Good afternoon, sir. Yes, good afternoon, Anu. Good afternoon, sir. Yes, good afternoon, sir. Good afternoon, sir. Yes, good afternoon. Good afternoon, Divya. Good afternoon, Shifana, Ajimala, Sringa, Siva, Jerome. Good afternoon. Yes, you can be here. Yes, sir. Okay, very good. Sound കുറവാണോ? ഇല്ലല്ല. Yes. ഇല്ല. Very good, very good, very good. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു നിർത്തിയത് 3 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പോൾ അതിൽപ്പെട്ട ഒരെണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 6 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്തിലോട്ട് 7ാമത്തിലോട്ട്. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ടെൻസിന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് നമ്മൾ പോയി. യെസ്. അപ്പൊ സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഗോ, വെന്റ്, ഗോ എന്ന് പറയാം. 3 ടെൻസ് പറയണം. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നു, വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. അപ്പോ അനു, ഗോൺ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം എന്താണ്? പോയിരുന്നു. അപ്പൊ വെന്റ് എന്ന് പറഞ്ഞാൽ പോലെ ഗോ പോവുക, വെന്റ് പോയി, ഗോൺ പോയിരുന്നു എന്നല്ലേ സർ? പോയിരുന്നു. യെസ്. അതായത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് നമുക്ക് അതിന് അർത്ഥം പറയാൻ പറ്റില്ല. അതിന് അർത്ഥം പറയാൻ സാധിക്കണമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബ് കയറി. ഹാസോ, ഹാവോ, ഹാഡോ, വിൽ ഹാവോ, അങ്ങനെ എന്തെങ്കിലും കയറും. അപ്പോഴാണ് നമുക്ക് അതിന് അർത്ഥം പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കുക, ഹാസും ഹാവും കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുമല്ല എങ്കിൽ V3 മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് പറയാം. ഞാൻ സബ്ജക്റ്റ് പറയാണ് ഐ ഹാവ്. പിന്നെ വേണ്ടതെന്നാണ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ ഐ ഹാവ് ഗോൺ. യെസ്, ഐ ഹാവ് ഗോൺ ടു ഡൽഹി. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കാണിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. എന്താണത്? ഇമ്മീഡിയറ്റ് പാസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഭർത്താവിനെ അന്വേഷിച്ച് 1 മിനിറ്റ് മുമ്പാണ് വന്നത്, 1 മിനിറ്റ് ശേഷം ഭർത്താവിനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഹി വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 1-2 മണിക്കൂർ മുമ്പേ പോയത് പരിഗണിക്കാം. നേരെ മറിച്ച് അവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുകയാണ്. ഹി ഹാസ് ഗോൺ, മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കുന്നത് ആ ഭാര്യ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അധിക സമയമായിട്ടില്ല പോയിട്ടുള്ളത്. നേരെ മറിച്ച് ആ ഭാര്യ ഉപയോഗിച്ചത് ഹി വെന്റ് എന്നാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ വളരെ വൈകി പോയിട്ട് സമയം ഒരുപാടായി. യെസ്. അപ്പോ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ജസ്റ്റ് ഹാപ്പൻഡ്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ചില കുട്ടികൾ TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുമ്പോൾ എഴുതി കൊടുക്കുന്ന അപേക്ഷയിൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് പറഞ്ഞത്, ഐ ഹാവ് പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ മാർച്ച് 2025 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനോട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്? യെസ്, അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹാവ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ സമയം പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ മാർച്ച്
2025, and please issue my contact certificate and TC. Yes. Okay. അപ്പോൾ നമുക്ക് പറയാം സബ്ജക്റ്റ് കഴിയുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ I have gone. You have taken it. He has sung a song. Sing, sang, sung. S-U-N-G. Sung a song. I have ordered a cup of tea. Yes. So, present perfect means subject, has അല്ലെങ്കിൽ have, പിന്നെ verb, വെർബിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ weekly or past participle. Okay. Rifana. Yes. Lakshmi Mohan. Yes, sir. അപ്പൊ ഏതെങ്കിലും ഒന്ന് രണ്ട് വാചകങ്ങൾ ഹാസോ ഹാവോ വെച്ച് പറഞ്ഞു, ഇഷ്ടമുള്ളത് പറഞ്ഞു. She have walked. എന്റെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഷീയുടെ കൂടെ ഹാവ് വരില്ല, എന്താ വരുള്ളൂ? She has. ഹാസ് വരുള്ളൂ. അപ്പൊ ഓർത്തിരിക്കാം, ഏതിന്റെ കൂടെ ഹാസ് വരും, ഏതിന്റെ കൂടെ ഹാവ് വരുള്ളൂ. ഹി സിംഗുലർ ആയിട്ടുള്ള എല്ലാത്തിന്റെ കൂടെ ഹാസ്. ഏതൊക്കെ? ഷീ ഹാസ്, ഹി ഹാസ്, സിംഗുലർ. ബോയ് ഹാസ്, ഗേൾ ഹാസ് വരും. നേരെ മറിച്ച് ബോയ്സ് ആണെങ്കിൽ വരില്ല. അപ്പൊ ഹീയുടെ കൂടെ ഹാസ്, ഷീയുടെ കൂടെ ഹാസ്, സിംഗുലറിന്റെ കൂടെ ഹാസ്. ബാക്കിയുള്ള എല്ലാത്തിന്റെയും കൂടെ ഹാവ്. I have, you have, we have, they have, boys have, girls have, students have, and plural വരുമ്പോഴൊക്കെ have. Okay. Okay. പറഞ്ഞോളൂ. Rashmi. I have cleaned my room. I have painted my room. Correct ആണ്. They have ironed my dress. Yes, they have ironed my dresses. Okay. He has cheated me. He has eaten meat. Okay, okay, Lakshmi, very good, very good, very good. Simple ആണല്ലോ, വളരെ സിമ്പിൾ അല്ലേ? അജ്മല പറയാമോ? അജ്മല തസ്നി. That's all, sir. Okay, 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 okay. Yes. Fatima. Yes. അപ്പോ എന്താണ് ഇന്ന് എല്ലാവരും വളരെ ശോകമായിട്ടിരിക്കുന്ന മെഹറുന്നീസ പറയൂ. ഐ ഹാവ് അല്ലെങ്കിൽ ഹാസോ ഹാവോ വരുന്ന രണ്ട് മൂന്ന് വാചകം പറയും മെഹറുന്നീസ. Has or have, right? ഹാസോ ഹാവോ വരും. പ്രസന്റ് പെർഫെക്റ്റ്. നിത കറക്റ്റ് ആണ്. She has waited for me. Oh, she has waited for me. Correct. He has to come to pick me. Come. I think come. Yes. Okay. Has He come to has pick come. me. Yes. They have decided to go Mumbai. They have decided. Very good. I have prepared food for my kid. Yes. Okay. Okay. I have prepared food. Okay. I have ordered a Yes. cup of cappuccino. Yes. Okay. I have ordered. Correct. Yes. I have passed my. No, we can't tell the year, right? Yes. I have passed my SSLC. Yes. I have passed my SSLC examination. Okay. Very good. Very good. Very good, sir. Very good. Very good. Very good. Clean it. Okay. 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 Yes. ഇനി ഇതിനകത്ത് നമ്മുടെ ആര്യ ഇല്ല അല്ലെ? യെസ്, ആര്യ വരുമെന്ന് കഴിക്കാം. ശൃംഗ പറയും. ഹാസ് ഓർ ഹാവ് വരുന്ന രണ്ട് മൂന്ന് വാചകങ്ങൾ പറയും ശൃംഗ. Hello, sir. ഹാസ് ഓർ ഹാവ് വരുന്ന രണ്ട് മൂന്ന് വാചകങ്ങൾ പറയും. I have finished my work. I have finished my homework. Okay. I have seen that movie before. ഒന്നുകൂടി പറഞ്ഞ ഉറക്കെ പറഞ്ഞ കേട്ടില്ല. I have
seen that movie before. Okay. I have met my teacher. Yes, I have met my teacher. Meet ennullതിന്റെ past participle. Okay. My children have reached at home. Okay, neither correct. It has improved significantly. Yes. I have washed Okay. my dress. Okay. Sanga, very good. Okay. Anu Shanti, പറയൂ. Has or have വരുന്നത് രണ്ട് മൂന്ന് വാചകങ്ങൾ പറയും. Sir, പറയും. I have passed my lab technician course. Yes. ശബ്ദം കുറവാണല്ലോ. I have passed my lab technician course. Yes. She has gone. Okay. He has worked homework. Yes. I have prepared breakfast. Yes. That's all, sir. Very good. Okay. Soumya Nitish, പറയൂ. Good afternoon, sir. Yes, പറഞ്ഞോളൂ. Good afternoon. പറഞ്ഞോളൂ. I have a new friend. Yes. She has a dancing. Yes. Fatima, പറഞ്ഞോളൂ. സൗമ്യ Nitish continue. ഫാത്തിമ ഇവിടെ പറഞ്ഞിരുന്നത് ഞാൻ എഴുതി വായിച്ചതാണ്. Okay. He has a playing on the ground. ഇതേ ശബ്ദത്തിൽ Play. പറഞ്ഞാല് He has a play on the ground. he has played on the ground. പിന്നെ He has a eating food. eaten എന്ന് പറയുന്നത് eating അല്ല eaten. Eater food. ഓക്കെ നീത ജീവിതത്തിൽ പൂർത്തിയാകാൻ സാധിക്കട്ടെ. ഓക്കെ പറഞ്ഞോളൂ. യെസ്, ഈറ്റ്. വെരി ഗുഡ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപയോഗിക്കുന്നത് തരത്തിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാൻ പറയുന്നത് ഐ ഹാവ് എ സ്കൂട്ടർ. അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് എ സ്കൂട്ടർ എന്നാണ്. അത് കറക്റ്റാണ്. എന്തുകൊണ്ട് കറക്റ്റ്? നമ്മൾ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നത് വെർബ് ആണെങ്കിൽ അത് മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. പക്ഷെ എ സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബല്ല, അതൊരു നൗണാണ്, ഒരു സംഗതിയുടെ പേരല്ലേ. അത് തെറ്റില്ല. യെസ്. അപ്പൊ ഐ ഹാവ് കഴിഞ്ഞാൽ വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ഫോം. പക്ഷെ ഹാവ് കഴിഞ്ഞതിന് ശേഷം നൗൺ ഉപയോഗിക്കാം, അതില് തെറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. ഇനി നമ്മൾ അതിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് വരിക. നെഗറ്റീവ് വാചകങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഒരു നോട്ട് ചേർത്താം. അപ്പോൾ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് വാചകമായിട്ട് മാറും. ഐ ഹാവ് നോട്ട് ഗോൺ. ഹി ഹാസ് നോട്ട് മിസ്റ്റേക്കൻ മീ. ഹി ഹാസ് നോട്ട് ടോട്ട് അസ്. ഷീ ഹാസ് നോട്ട് സ്റ്റഡീഡ്. യു ഹാവ് നോട്ട് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. യു ഹാവ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർക്കുക. നോട്ട് ചേർത്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമായിട്ട് മാറും. അപ്പൊ നമ്മൾ ഇത് നോക്കിയത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മൾ ചിന്തിച്ചത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാസോ ഹാവോ ഉപയോഗിക്കുക, പിന്നെ വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട് എന്ന് പറയുന്ന വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും. ഓക്കെ, ഇതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ എങ്ങനെ നിങ്ങൾ ചർച്ചയിലൊക്കെ പങ്കെടുക്കൂലേ? അല്ലെങ്കിൽ കുറച്ചുപേര് മാത്രമായിട്ട് പോവോ? യെസ്, ഇന്ന് പറയുന്ന സൗമ്യ രതീഷ്
Are you okay? Are you okay? മെഹറുന്നീസ വരുന്നത് അറിയാം. സൗമ്യ വരും. യെസ്. Sir. ഓക്കെ, അനുശാന്തി വരും. അപ്പൊ 3 പേരായി. മെഹറുന്നീസ, സൗമ്യ, അനുശാന്തി, ഞാനാണ് സിംഗ. ഓക്കെ 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 ഓക്കെ, സിംഗ വരും. യെസ്. പിന്നെ സിമ്പിളായ വിഷയമാണ് പറയുന്നത്. വെരി സിമ്പിൾ. യെസ്. അപ്പൊ നമുക്ക് വിഷയം പറയാം. അജ്മല അതിനോടൊപ്പം തന്നെ ഓരോരുത്തരും പങ്കെടുക്കാം. യെസ്. ഓക്കെ, സിമ്പിളായ വിഷയം ഞങ്ങളൊന്ന് പറയുന്നു. ഈ ഐ വേർ സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇഫ് ഐ വേർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. യെസ്, നിങ്ങളാണ് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. നിങ്ങൾ യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഇഫ് ഐ ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനോട് യോജിപ്പെട്ടാകും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് അധികാരം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു അധികാരം കിട്ടുകയാണ്. യു ആർ ദ ചീഫ് മിനിസ്റ്റർ, യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. നിങ്ങൾ എന്തായിരിക്കും ആദ്യം എടുക്കുന്ന തീരുമാനം? വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ഡിസിഷൻ? നിങ്ങൾ ആദ്യം ഒപ്പുവെക്കുന്നത് ഏതിനകത്തായിരിക്കും? എന്ത് തീരുമാനത്തിലായിരിക്കും? നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച, നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ച പല ഇൻസിഡൻസ് ഉണ്ടാവും. ആ ഇൻസിഡൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള രോഷം വന്നിട്ടുണ്ടാവും. ആ രോഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പല പല തീരുമാനങ്ങളും മനസ്സിലെടുത്തിട്ടുണ്ടാവും. ആ തീരുമാനങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനാണ് കേരളത്തിൽ. അപ്പോ ഞാൻ ഈ ചോദ്യം ആദ്യം മെഹറുന്നീസക്കാണ് തരുന്നത്. അപ്പൊ മെഹറുന്നീസ പറയണം, മെഹറുന്നീസ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കും. കഴിഞ്ഞ് അധികാരം ഏറ്റെടുത്തു. വാട്ട് ഈസ് യുവർ വ്യൂസ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വാട്ട് ഈസ് യുവർ ഔട്ട്ലുക്ക്? യെസ്, എന്താണ്? If I were Chief Minister of Yes. Kerala, then I will change the Education Minister of Kerala, because I don't think he deserves that position. Yes. He will make a lot of mistake while making rules. ഇല്ല, അത് പൊക്കോട്ടെ, അങ്ങനെയല്ല. മുഖ്യമന്ത്രിയായി, അപ്പൊ അതൊക്കെ വിട. അത് നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തില്ലേ. യു ആർ ദ ചീഫ് മിനിസ്റ്റർ. വളരെ രസകരമായിട്ട് അവതരിപ്പിക്കും. എന്ത് ചെയ്യും? ഇന്നത്തെ ഈ സാഹചര്യം നോക്കിയിട്ട് എല്ലാ വകുപ്പും കയ്യിലെടുക്കാവുന്ന അധികാരമുള്ള ആളാണ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, യു ആർ ദ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, Okay. Then I will make a lot of rules for good rules for our students, because they are not Yes. getting seat in the school or college. Lot Yes. of kids having high score, then they are not getting proper position in college. ഓക്കെ, ശ്രദ്ധിക്കാൻ പറഞ്ഞോളൂ. മെഹറുന്നീസ കണ്ടിന്യൂ. Okay. We are seeing a lot of news about the students having a lot of high score. That's why I'm saying this one. Yes. About Meghrunnisa, you told that you give first importance to education. Next one will be next one will be the lot of person don't getting their what do you say, after 65 60 years old, we are not lot of person not getting what we say. I can't get that word. Yes, okay. മെഹറുന്നീസിന്റെ മനസ്സിൽ ഇങ്ങനെ ധാർമ്മിക രോഷം ഇങ്ങനെ തലച്ചോണ്ടിരിക്കുകയാണ്. But pension, they are not getting pension. Yes, we have to give that pension, because there is a lot of person having poverty. Not
they're not getting money after this age. So we have Yes. to give them cash. Pension. Adequate supply of Pension, pension right, will be right, right. provided by Mehrunisa. Okay. Okay. Then, Then next one will be, I have to think. education, pension system, Then I have to change the politicians because there yes. is lot of such strike on bus strike. There are lot of strike, right? They Yes. are making so much trouble for the students. Yes. Then next one will be. Let's think. Yes, okay, Mehrunisa. Mehrunisa gave a chance with them. You are the first to speak about Mehrunisa analytical for some review. ഇതിനകത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞു എക്സാമിനേഷൻ സ്ട്രെസ് കുറക്കും, റോഡ് നന്നാക്കും, ഇതെല്ലാം പറഞ്ഞു. യെസ്, ഓക്കെ ഓക്കെ. However, I appreciate Mehrunisa for your involvement. Okay. Okay, thank you. Yes, I will give you one more chance. Don't worry. Yes, ini. Anushanti, are you okay? Animal care, get ready to. Yes, Anushanti. Sir, What is if you are appointed as the Chief Minister of Kerala? What you will do? I will train him ministers how to improve our state development. State development. Okay, then. പല പല ഡിപ്പാർട്ട്മെന്റുകളിലെ ഏതിനായിരിക്കും ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കുക? I will important for health minister. Okay. For and cancer patients treatment. Okay. Very good. Then education minister. Yes. The students education is easily and examination very Yes. സാർ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറയാം. Yes. Okay. Very good. നമുക്ക് നോക്ക്, പാലങ്ങള്, റോഡുകള്, പെൻഷൻ, എഡ്യൂക്കേഷൻ, ലോ ആൻഡ് ഓർഡർ, പോലീസ്, പോർട്ട്, യെസ്, പിന്നെ ബേസിക് നെസസിറ്റി ഐറ്റംസ്, മാവേലി സ്റ്റോർ, സിവിൽ സപ്ലൈസ്, ഇങ്ങനെയൊക്കെ എടുക്കലെ കുറെ അധികം ഡിപ്പാർട്ട്മെന്റ് സർക്കാരുണ്ട്. എല്ലാവരും നമുക്ക് കൈകടന്നത്. യെസ്, അപ്പൊ നമ്മുടെ ശൃംഖ പറയുന്നു, ഐ വിൽ പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് ഫോർ ലോൺസ്. വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലോണുകൾ കൊടുക്കുമെന്നാണ് ശൃംഖ പറയുന്നത്. അപ്പൊ ശൃംഖയ്ക്ക് വേറെ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓക്കെ, ശൃംഖ പറഞ്ഞോളൂ. മക്കള് വരും, വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. യെസ്, ഓക്കെ. മക്കൾ വന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. യെസ്, അപ്പോ ശൃംഖ അത് പറയും. സൗമ്യ രതീഷ് പറയൂ. സൗമ്യ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് പറയാം, ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അത്ര പോരാ. യെസ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. പറ്റണ പോലെ പറഞ്ഞു, ബാക്കി ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. സീമ ജാനോ, അറിയൊക്കെ. സൗമ്യ പറഞ്ഞോളൂ. അനുമോള് പറയുന്നത്, if I were the Chief Minister of Kerala, I would help the poor people with their stability, for their stability and education. Okay, Soumya, പറഞ്ഞോളൂ. Minister of Kerala, all Kerala
transport service developed in Yes. Kerala, Yeah. pension scheme, education, Yes, പിന്നെ develop, uh, ഡെവലപ്മെന്റ്, റോഡ്സ്, develop ബ്രിഡ്ജസ് ഡെവലപ്മെന്റ്, പിന്നെ road transport service റോഡ് ട്രാൻസ്പോർട്ട് സർവീസ് will be better. Okay. will be better. സൗമ്യയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇങ്ങനെ കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ ഒരുപാടുണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തില് മലയാളത്തിൽ ഒരുപാട് പറയാനുണ്ട്, ഇംഗ്ലീഷിലാണ്. യെസ്, എന്തായാലും ഞങ്ങളത് ഇംഗ്ലീഷോട്ട് ആക്കിക്കോളാം. സൗമ്യ പറഞ്ഞു, എന്താണ് സൗമ്യയുടെ മനസ്സിലുള്ളത്? ഇപ്പൊ അടുത്ത് ഇങ്ങനെ ഈ പോസ്റ്റിലൊക്കെ പ്രശ്നം വന്നിട്ടേ, ഇന്നാളൊരു കുട്ടി മരിച്ചല്ല, തേവലക്കരയിൽ മരിച്ചല്ല, സ്കൂളില് പോസ്റ്റിൽ നിന്ന് ഷോക്ക് അടിച്ചല്ല ഒരു കൊച്ചിന്, പോസ്റ്റിന്റെ ആകുന്ന വയറൊക്കെ. അപ്പൊ എന്ത് ചെയ്യുമെന്നാണ് സൗമ്യ പറയണേ? അതിന്റെ ഒരു പ്രിക്കോഷനായിട്ട് എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് സൗമ്യ പറയണേ? എല്ലാ സ്കൂളുകളിലും ഈ അവിടുത്തെ ഈ സേഫ്റ്റി ഉറപ്പാകും അല്ലേ? സേഫ്റ്റി ഉറപ്പാക്കണം. ഒരു സ്കൂളിൽ മാത്രമല്ല, മൊത്തത്തില് എല്ലാ സ്കൂളിലും ഉറപ്പാക്കണം അത്. പിന്നെ അവിടെ ഈ ഇന്റർവെൽ ടൈമിലൊക്കെ കുട്ടികളെ അങ്ങോട്ടൊക്കെ പോകുന്ന അധ്യാപകർക്ക് ഒരു ശ്രദ്ധ വേണം. അപ്പൊ അവർ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് പറയാ, ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ സൗമ്യയുടെ ശബ്ദം ഒരു വരുന്നില്ല. നെറ്റിറ്റും ഉണ്ടായിരുന്ന, എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാമത് ഗൂഗിൾ ക്ലാസ് റൂം അപ്ഡേറ്റ് ചെയ്തതാണ്. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. സൗമ്യയുടെ മനസ്സിൽ ഒരുപാട് പോയിന്റുകളൊക്കെ ഉണ്ട്, പക്ഷെ നെറ്റ് ഇഷ്യൂ, സൗണ്ട് എന്തോ വരുന്നില്ല. യെസ്, നമ്മുടെ അനുമോൾക്ക് ചുമ പനിയായിട്ട് കിടക്കുകയാണ്, അപ്പൊ അതുകൊണ്ടാണ് അനുമോള് ടൈപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. സീമ ചെറോ, അറിയുള്ളി സീമ? Against dowry system. യെസ്, ആരും പറയാത്തൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഡൗറി സിസ്റ്റം, ഷീ വിൽ ബി അഗേൻസ്റ്റ് ദ ഡൗറി സിസ്റ്റം, സ്ത്രീധന സമ്പ്രദായത്തിൽ. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞോ. It's enough, sir. ഞാൻ വിചാരിച്ചാലും ഇപ്പൊ തകർക്കാൻ പോവുകയാണ്. യെസ്, ഓക്കെ. എന്നിരുന്നാലും അഭിനന്ദനങ്ങൾ, കാരണം ആരും പറയാതൊരു പോയിന്റ് അങ്ങനെ പറഞ്ഞില്ലേ. യെസ്, ഡൗറി സിസ്റ്റം. ലക്ഷ്മി മോഹൻ, ആർ യു റെഡി? You are appointed as the Chief Minister of Kerala. പറഞ്ഞോളൂ. If I were Chief Minister of Kerala, first of all, I am focusing on the development. Yes. And to ensure good quality health care. Yes. Next, I will concentrate our road and to improve road safety precautions. Yes. Road safety precautions. Yes. And to erase bribe in the different department. Yes. Then I will ensure that all vacant posts will be filled with PSC persons. Yes. Oh, I will fill every post with the PSC candidates. Okay. That's also. Very good. Okay. Lishmi ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ്. നല്ല നല്ല പോയിന്റുകളൊക്കെയാണ് വന്നത്. Very good. Yes. ഇനി ആർക്കാണ് പറയാൻ താല്പര്യം? ഞാൻ ആരുടെ പേര് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. യെസ്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അൽഫിയ, നിത, യെസ്, ഇനി ആർക്കെങ്കിലും? വിജയകുമാർ, യെസ്, മെഹർനിസ,
ready ആയിക്കോളും. അപ്പൊ നമുക്കിവിടെ പറയും, if I am appointed as the Chief Minister of Kerala, first I will preference to education department. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. I will give free education up to degree level. ഇപ്പൊ 12 ആണ്, അപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ വരെ ആക്കി. ഡിഗ്രി ലെവൽ. Adequate teachers, adequate facilities that will be provided by the government. And I will also give easy traveling, അല്ലെങ്കിൽ free traveling to students. കുട്ടികൾക്ക് സൗജന്യ യാത്ര നിരക്ക് ഞാൻ കൊണ്ടുവരും. യെസ്, ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയിലും ക്ലാസ് റൂം, അങ്ങനെ ഇഷ്ടംപോലെ പരിപാടി കൊണ്ടുവരാം. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ന്യൂ new system of education in schools. Okay. I will give more importance to language പറയാം, ഹിന്ദി പറയാം, ഇംഗ്ലീഷ് പറയാം, will be given more importance. Education level. ഇനിയിപ്പോ നമുക്ക് വേറെ അടുത്തിലോട്ട് വരാം. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ്? റോഡിനെ കുറിച്ച് പറയുന്നു. So I will provide good transporting facilities, infrastructure എന്നാണ് പറയുക, അടിസ്ഥാന സൗകര്യങ്ങൾ to the people. യെസ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ രാജ്യത്തിന്റെ വികസനം സാധ്യമാകും. അങ്ങനെയൊക്കെ നമുക്ക് രസകരമായിട്ട് അവതരിപ്പിക്കാം. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഹവർ മെഹ്റുന്നീസ ബാക്കി പറയാനുള്ളത് പറഞ്ഞോളൂ. ആലോചിക്കാനുള്ള സമയം കുറച്ചിലേ കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മെഹ്റുന്നീസക്ക് ഒരു ചാൻസ് കൂടി ഞാൻ തന്നതാണ്. Okay. Yes, okay. Hello? Yes, continue. My primary focus would be social justice and economic health growth, Yes. and provide quality teachers for kids. Yes. Then others are also said by our friends, right? Yes. Then improve state development. I will give permission to police take action against the crime in Yes. our society. Politicians deciding everything. They are Yes. interrupting in the actions of police and the judge. Yes. That's that's all, sir. That's all. Very good. Okay, Mehrunisa, you have something. Okay, thank you. നിങ്ങളൊക്കെ എന്താ പറയാ, ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അതിനോടൊപ്പം തന്നെ ഇതെന്താ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ആ പ്രസന്റ് പെർഫെക്റ്റില് പോസിറ്റീവ് ആയിട്ടുള്ള സംഗതികളെ കുറിച്ചും അതുപോലെ തന്നെ നെഗറ്റീവിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് വാചകങ്ങൾ. ഈ പ്രസന്റ് പെർഫെക്റ്റ് ഉദ്ദേശിക്കുന്ന ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ഈ ഒന്ന് രണ്ട് വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ പി എന്നും രണ്ടാമത്തെ ലെറ്റർ എച്ച് എന്നുമായിരിക്കും. ഫസ്റ്റ് ലെറ്റർ ഇസ് പി, പോലീസ്. Second letter H, health. Okay. Simple ചോദ്യം. യെസ്. ആദ്യം ഉത്തരം പറയുന്ന 3 പേരെ ഞാൻ പരിഗണിക്കാം കേട്ടോ. യെസ്. Okay. The first question is this one. A picture made using camera. Anumol, Manchu, Sringa. Anumol, Manju, and Sringa. Yes, correct answer. Correct answer. That is called photo. In argument, what a simple choice. Next question. A shop where medicines
are sold. Lakshmi, Mehrunisa, Sringa. Lakshmi, Mehrunisa, and Sringa. Okay, correct answer. That is from pharmacy. That is pharmacy. Yes. അടുത്തത് a mythical MYTHICIL, a mythical bird that rises from its ashes. ASHES. Anumol Sringa, Nida. Anumol Sringa and Nida. Correct answer. That is called phoenix. Phoenix പക്ഷി. Okay, I know. Yes. അതിനെക്കുറിച്ച് പറയുന്നത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷി എന്നാണ് ഫീനിക്സ് പക്ഷിയെ കുറിച്ച് പറയുന്നത്. മിത്തിക്കൽ ബേർഡ്. യെസ്. അടുത്തത് ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയാം. An extreme fear that is not logical. An extreme fear that is not logical. Mehrunisa, Anumol, Sringa. Mehrunisa, Anumol, and Sringa. It's a correct answer. That is called phobia. ഒരു കാരണവും ഇല്ലാത്ത വെറുതെ പേടി തോന്നുന്നില്ലേ, അതിനെ പറയുന്ന പേരാണ് ഫോബിയ. PHOBIA. There is an extreme fear that is not logical. Logical അല്ലാത്തത്. അടുത്തത് സിമ്പിളായ ചോദ്യമാണ്. നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും വെറുതെ ചോദിക്കാനും. A device to contact someone. Anumol, Mehrunisa, Sringa. Anumol, Mehrunisa, and Sringa. Okay, Manchu. Okay, Vijay Kumar. The answer is correct. Answer is 4. Very good, very good, very good. Other. The science, SCIENCE. The science of properties of energy and matter. Anumol, Sringa, Nida. Anumol, Sringa, Nida. ഞാൻ പറയുന്ന പേരുകൾ എല്ലാത്ത പേരുകളും ഒന്ന് പറഞ്ഞോളൂട്ടോ. യെസ്. ഓക്കെ ഓക്കെ. അതായത് ആദ്യം വന്നതിൽ 3 പേരുടെ പേരാണ് ഞാൻ പറയുന്നത്. യെസ്, എന്റെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് പറ്റി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ ഫിസിക്സിലാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന മാറ്ററും അതിനോടൊപ്പം എനർജിയെ കുറിച്ച് വരുന്നത് ഫിസിക്സ് ആണ്. യെസ്. Next question. Name of the king in ancient Egypt. Name of the king in ancient Egypt. Okay, Manchu. കുറച്ചും കൂടി ഉണ്ട്. ഇത് നമുക്ക് പറയാം. Manchu, Mehrunisa, Sringa. Manchu, Mehrunisa, and Sringa. Correct answer ആണ് ഫറവോ എന്ന് പറയുന്നത്. ഫറവോ, PHRAOH. ഫറവോ. യെസ്. അടുത്തത് a study of letter letter sounds. Okay, Sringa, Mehrunisa, Lakshmi. Sringa, Mehrunisa, and Lakshmi. Correct answer ആണ്. രണ്ട് പേര് പറയാം. ഒന്ന് ഫോണറ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോണിക്സ് എന്ന് പറയാം. എന്ത് സെയിം ആണ്. ഫോണറ്റിക്സ്. BEd ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കും. യെസ്, ഫോണറ്റിക്സ്. അടുത്തത് എ ജനറൽ TER, ജനറൽ വാക്ക്.
for a doctor who has earned medical degree? Lakshmi, Nida, Mehrunisa. Lakshmi, Nida, and Mehrunisa. Okay. അപ്പോ സാധാരണ മെഡിക്കൽ ഡിഗ്രി ഉള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഫിസീഷ്യൻ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ആദ്യം കാണുന്നത് ഫിസീഷ്യനാണ്. അദ്ദേഹം പരിശോധിച്ചിട്ടാണ് ഏത് സ്പെഷ്യലൈസേഷൻ ഡോക്ടറത്തേക്ക് വിടണമെന്ന് തീരുമാനിക്കുന്നത്. യെസ്, ഓക്കെ. അടുത്തത് ഞാൻ പറയുന്ന വേർഡിന് പകരമുള്ള വേറൊരു വേർഡ് നിങ്ങൾ പറയാം. Another word for ghost, GHOST, ghost. Another word for ghost. Sangha, Nida, Ajmala. Sangha, Nida, Ajmala. Correct answer. That is called phantom. ഞാനത് നിങ്ങൾ പറയാണ്ടായി കഴിഞ്ഞപ്പോ ഈ പേരില് ഒരു മലയാള സിനിമയുണ്ട്, ഫാൻറ്റം പൈലി എന്ന് പറയുന്ന സിനിമയുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് പറയാനാണ് കൂടാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു. വെരി ഗുഡ്. Yes. Next question. The shape of the moon, MON, shape of the moon, viewed from Earth is called lunar dash. The shape of the moon viewed, VIEWD, from Earth is called lunar dash. Lunar, PH വരുന്ന വീട് lunar. Yes, lunar. Okay, Sringa, correct answer. Sringa. Yes, correct answer. Sringa മാത്രമേ പറഞ്ഞോളൂ. Yes, മഞ്ജുവിന്റെ അക്ഷരം കൂടെ വന്നിട്ടില്ല. അനുമോൾ, മഞ്ജു ആൻഡ് അനുമോൾ. Okay. അടുത്തത്, a machine that makes duplicates of printed copies. That makes the duplicate of printed copies. Manju, Nida, Lakshmi. Yes. അപ്പൊ ഓക്കെ, വളരെ മനോഹരമായിട്ട് നിങ്ങൾ അതിന്റെ പറഞ്ഞു. ഇനി ഞാൻ അടുത്ത ഒരു വേറെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ആദ്യത്തെ ലെറ്റർ എ, ആദം, എ. രണ്ടാമത്തെ ലെറ്റർ ബി, ബോയ്സ്, എ ബിയിൽ ആരംഭിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. യെസ്. ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്, ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. മീനിങ് ഇതാണ്: ടു ലീവ്, LEAV, ടു ലീവ് someone or something without returning. To leave, Sringa, Manju, Vijaykumar. Sringa, Manju, Vijaykumar.
Yes. Correct answer അതല്ല. Abandon ആണ്. Abandon. ഞാൻ പിന്നെ absence നമുക്ക് to leave someone. ഒരാൾ ഉപേക്ഷിക്കുക or something. വേറെ എന്തെങ്കിലും വേണ്ടെന്ന് വെക്കുക. Without returning. തിരിച്ചെടുക്കാതെ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ സംഗതിയെ ഒഴിവാക്കി കളയുന്നതിന് പേര് ഒഴിവാക്കുക എന്നുള്ള വാക്കാണ്. അതിന്റെ പേര് abandon ആണ്. ABANDON. Yes. അടുത്തത് a skill or talent you have. A skill or talent you have is called dash. Manchu, Nida, Mehrnisa. Manchu, Nida, and Mehrnisa. Yes, correct answer, Anna. That is called ability. Ability means കഴിവ്. Ability എന്നുള്ളതിന്റെ correct word ആണ്. Yes. A skill or talent that you have. Next question. To soak up, SOAK. Soak up a liquid. LIQUID. To soak up a liquid. Manchu, Mehrnisa, Sangha. Manju, Mehrnisa, and Sangha. Correct answer ആണ്. That is called absorb. വലിച്ചെടുക്കുക. ABSORB. Absorb. അടുത്തത് an extremely deep pit. An extremely deep pit. Yes, പറയൂ. അതല്ല, വേറെ വേർഡ് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ആരെങ്കിലും കറക്റ്റ് വേർഡ് പറയുന്നത് നോക്കട്ടെ. An extremely deep pit. An extremely deep pit. Yes. അപ്പൊ വേറെ ആരും പറയാത്തതുകൊണ്ട് ഏതാണ്ട് രീതിയെ കുറിച്ച് പോയതുകൊണ്ട് ഞാൻ മനുഷ്യന് മാർക്ക് കൊടുക്കുകയാണ്. പോയിന്റ് കൊടുക്കുകയാണ്. യെസ്, അതിന്റെ പേര് അബ്ഡക്ട്. ABDUCT. ABDUCT. യെസ്. ഈ പറയുന്നതിന്റെ വൺ വേർഡ് പറയാം. ആൻ ആൻസർ. മീനിങ് ഇവിടെ നമ്മുടെ അകത്താണ്. യെസ്, ഐ എഗ്രി. Yes, I agree. Yes, I agree. Correct, Sringa. Correct. Sringa, Nida, Mehrnisa. Sringa, Nida, and Mehrnisa. Correct, absolutely. Okay, Mehrnisa, absolutely. 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 ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളത് ഓക്കെ ആണെങ്കിൽ പറയും യെസ് ഐ എഗ്രി എന്നുള്ളതിന്റെ പേര് അബ്സല്യൂട്ട്ലി, തീർച്ചയായും അർത്ഥത്തിലാണ്. യെസ്, അപ്പൊ അത് കറക്റ്റ് വേണം. അബ്സല്യൂട്ട്ലി. ഈ പറയുന്നത് ഒരു വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം വിചാരിച്ചിട്ട് മനസ്സിലായ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം പറയും. വാക്കുതാണ് having the freedom or opportunity to do something. Having the freedom or opportunity to do something.
Having the freedom or opportunity to do something. അതിനോട് മാച്ച് ചെയ്യുന്ന വാക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞായിരുന്നു. ഏതാണ്ട് അതിനോട് ഒത്തുപോകുന്ന വാക്കാണ്. യെസ്, മെഹ്റുന്നീസ. യെസ്, മെഹ്റുന്നീസ സിംഗ. യെസ്, എബിലിറ്റി അല്ല, ഏബിൾ ആണ്. ഏബിൾ കഴിവുള്ള. എബിലിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണ്. യെസ്. അടുത്തത് ദ സ്കൈ. ഓക്കെ, ഏബിൾ. ഓക്കെ. The sky is dash the light. The sky is dash the light. Simple. Sringa, Lashmi, Nida. Sringa, Lashmi, and Nida. Okay. അപ്പോ യെസ്, അപ്പൊ ചോദ്യങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റ് നമുക്കൊന്ന് നോക്കാം. യെസ്, നോക്കാം. യെസ്, വിജയകുമാർ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അജ്മല 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനുമോൾക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മഞ്ജുവിന് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മഞ്ജുവിന് 8 പോയിന്റ്. ഇനി നിതയ്ക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, ഇനി അടുത്തത് മെഹ്റുന്നീസക്ക് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മെഹ്റുന്നീസക്ക് 10 പോയിന്റ്. യെസ്, പിന്നെ 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ശൃംഗയാണ്. ശൃംഗക്ക് 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് ഒന്നും നോക്കുന്നുണ്ട്, അത് ഞാൻ വെറുതെ എഴുതിയത് മാത്രമേ ഉള്ളൂ. യെസ്, പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്ന് പ്രശ്ന പക്കറ്റാണ് നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത ഒരു ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ ശൃംഗ. Okay, June. Thank you, sir.